ഭക്തിസാന്ദ്രമായ ഈ സദസ്സിൽ ഉപവിഷ്ടരായിട്ടുള്ള എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പ്രിയ സജ്ജനങ്ങളെ, നമ്മൾ ഇന്ന് ഈ വേദിയിൽ ഒത്തുചേർന്നിട്ടുള്ളത് ശ്രീനാരായണ ഗുരുദേവന്റെ പ്രഥമ ശിഷ്യനായിട്ടുള്ള ശിവലിംഗദാസ സ്വാമികൾ ഗുരുദേവനെ പ്രകീർത്തിച്ചുകൊണ്ട് രചിച്ചിട്ടുള്ള ഗുരുഷഡ്കം എന്ന കൃതി വിചിന്തനം ചെയ്യുന്നതിനായിട്ടാണ്. അപ്പം ഗുരുഷഡ്കം എല്ലാവരും നമ്മൾ നിത്യപ്രാർത്ഥനയ്ക്കായി ചൊല്ലുന്ന ഒരു കൃതിയാണ് ഗുരുഷഡ്കം, അല്ലേ? ശിവലിംഗദാസ സ്വാമികളെ ശ്രീനാരായണ സ്വാമി തൃപ്പാദങ്ങളുടെ ആദ്യത്തെ ശിഷ്യനായിരുന്നു, അല്ലെങ്കിൽ പ്രഥമ ശിഷ്യനായിരുന്നു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അല്ലേ? അപ്പൊ ശ്രീനാരായണ ഗുരുദേവ ചരിത്രം, ഗുരുദേവ ദർശനങ്ങള്, ഗുരുദേവ തത്വങ്ങള് എന്നീ വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മളെല്ലാവരും ഒട്ടനവധി പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്, പഠന ക്ലാസ്സുകളിൽ പങ്കാളികളായിട്ടുണ്ട്, ഗുരുദേവ കൃതി പാരായണങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്, അല്ലേ? പക്ഷെ നമ്മൾ എത്രയൊക്കെ പങ്കെടുത്താലും നമ്മൾ ഓരോ തവണയും ഓരോ വേദിയിലും ഇരുന്ന് നമ്മൾ ഓരോ പ്രഭാഷണങ്ങൾ, ഗുരുവിനെ കുറിച്ചുള്ള ഓരോ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ കൃതികൾ ചൊല്ലുമ്പോഴും നമ്മൾ മനസ്സിലേക്ക് ഗുരുവിന്റെ സങ്കല്പത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ നേടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ ഗുരുവിനെ കൂടുതൽ ആഴത്തിൽ നമുക്ക് ഉറപ്പിക്കാനാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലുള്ള വേദികളൊക്കെ നമുക്ക് ലഭിക്കാനൊരു സംഗതി വരികയാണെങ്കിൽ ഭക്തജനങ്ങൾ എല്ലാവരും അതിൽ പങ്കാളികളാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ പറയുമ്പോൾ ഗുരുഷഡ്കം എന്ന കൃതി വിചിന്തനം ചെയ്യുമ്പോഴും നമുക്ക് ശിവലിംഗദാസ സ്വാമികളെ കുറിച്ച് ആമുഖമായി അല്പം ഒന്നും പറയാതെ പോകാൻ പറ്റില്ല. കാരണം എന്താണ്, ശ്രീനാരായണ സ്വാമി തൃപ്പാദങ്ങളുടെ അടുത്തേക്ക് 10-12 വയസ്സുള്ള ഒരു ബാലൻ ആയിരിക്കെ തന്നെ ശിവലിംഗദാസ സ്വാമികൾ സ്വാമി തൃപ്പാദങ്ങളിലേക്ക് ആകൃഷ്ടനായി വന്നു ചേർന്നിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞു എന്താണ്, ഒരു കുട്ടിയുടെ വളർന്ന് പക്വതയെത്തിയ ഒരാളായി മാറിയത് സ്വാമി തൃപ്പാദങ്ങളുടെ സംരക്ഷണയിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ഭാഗ്യം സിദ്ധിച്ച പുണ്യാത്മാവാണ് ശിവലിംഗദാസ സ്വാമികള്, അല്ലേ? നമുക്ക് ആർക്കും ലഭിക്കാത്ത ഒരു മഹാഭാഗ്യം സിദ്ധിച്ച് മഹാത്മാവായിട്ടുള്ള ഒരു ജന്മമായിരുന്നു കൊച്ചാപ്പി പിള്ളയുടെ. അതായത് ശിവലിംഗദാസ സ്വാമികളുടെ പൂർവാശ്രമത്തിലെ പേരാണ് കൊച്ചാപ്പിപ്പിള്ള. നമ്മൾ ഇന്ന് കാണപ്പെടുന്ന അരിയപ്പുറം ശിവപ്രതിഷ്ഠയോടനുബന്ധിച്ച് ആ സമീപവാസിയായിരുന്നു. ആ പ്രദേശത്തിനടുത്ത് ആയിരുന്നു ഈ ബാലന്റെ വീട്. സ്വാമി തൃപ്പാദങ്ങള് നെയ്യാറിന്റെ തീരത്തുള്ള, നമുക്കറിയാം ഇന്ന് നമ്മള് അരിയപ്പുറം പോകുമ്പോൾ കൊടിതൂക്കി മല, ഗുരുദേവൻ തപസ് ചെയ്ത കൊടിതൂക്കി മല നമ്മൾ സന്ദർശിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പോയി ദർശിക്കാറുണ്ട്. അവിടെ സുബ്രഹ്മണ്യ സ്വാമിക്ക് ദർശനം കൊടുത്ത ഗുരുസ്വാമിയുമായി സംബന്ധിച്ച ഒരു സ്ഥലമൊക്കെ ഇന്ന് സംരക്ഷിക്കപ്പെട്ടു പോരുന്നുണ്ട്. അവിടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ തപസ് അനുഷ്ഠിക്കുന്ന ആ കാലയളവിലാണ് ഈ കൊച്ചുകുട്ടിയായിരുന്നിട്ടുള്ള ഈ ബാലൻ ഗുരുസ്വാമിയിലേക്ക് ആകൃഷ്ടനാവുകയും വീട്ടുകാരുടെ വിലക്കിനെയൊക്കെ മറികടന്നുകൊണ്ട് സ്വാമിയോടൊപ്പം ചേരുകയും ചെയ്തത്. അങ്ങനെ ആത്മവിദ്യയിൽ ഉയർന്ന തലത്തിലുള്ള അറിവ് നേടി ആദ്യമായിട്ട് ഒരു സന്യാസി ദീക്ഷ കൊടുത്ത് തൻ്റെ ആശ്രമത്തിലേക്ക്, ഗുരുവിന്റെ ആശ്രമത്തിലേക്ക് സ്വീകരിക്കുന്ന ആദ്യ ആളായിരുന്നു ആര്? ശിവലിംഗദാസ സ്വാമികൾ. പക്ഷെ ശിവലിംഗദാസ സ്വാമികളോടൊപ്പം തന്നെ മറ്റു സ്വാമികളെല്ലാം ഈ ഗുരുവിനോടൊപ്പം ഗുരുവിന്റെ ആ ദർശനങ്ങളിൽ ആകൃഷ്ടരായിട്ട് അന്നേക്കാലത്ത് ഒട്ടനവധി ആളുകള് സ്വമേധിക ഗുരുവിനോടൊപ്പം ചെന്ന് ചേർന്നിട്ടുണ്ട്, അല്ലേ? അപ്പൊ അവരോടൊപ്പം പ്രഥമ ഗണനീയനായിട്ടുണ്ടായിരുന്ന ആളായിരുന്നു ശിവലിംഗദാസ സ്വാമികൾ. നമ്മുടെ ഗുരുസ്വാമിയെ നിർമ്മിക്കുന്നത് പോലെ തന്നെ, ഗുരുസ്വാമിയെ സ്തുതിക്കുന്നത് പോലെ തന്നെ നമ്മള് ശിവലിംഗദാസ സ്വാമികളെയും സ്തുതിക്കണം. കാരണം എന്താണ്, സ്വാമി തൃപ്പാദങ്ങളുടെ ഒപ്പം ഒരു കുട്ടിയായിരിക്കെ തന്നെ ചെന്ന് ചേരാനായിട്ട് സാധിച്ചു. മറ്റു സ്വാമികമാർ, ഒരുപാട് സ്വാമികളുണ്ട് നമുക്ക് ശിഷ്യപരമ്പരയില്. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ പരമ്പരയില് ഒരുപാട് സന്യാസ്ത ശിഷ്യന്മാർ വരുന്നുണ്ട്. അവർക്ക് എന്താണ്, ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഒരു 10-30 അല്ലെങ്കിൽ 40-50 വയസ്സൊക്കെ ആയതിനു ശേഷം സ്വാമിയുടെ ഒപ്പം സ്വാമിയുടെ ആകൃഷ്ടനായിട്ട് അല്ലെങ്കിൽ സ്വാമിയുടെ പ്രാർത്ഥനയിലൂടെ വന്നു ചേരുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ശിവലിംഗദാസ സ്വാമികളെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമല്ല.
ചെറിയൊരു കുട്ടിയായിരുന്നപ്പോൾ തന്നെ കുട്ടി തീരുമാനം എടുത്ത് എനിക്ക് സ്വാമിയോടൊപ്പം പോകണം, വീട്ടുകാർ വിലക്കിയിട്ടും ഞാൻ സ്വാമിയോടൊപ്പം പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടുകാരെ ഉപേക്ഷിച്ച് വന്ന് ചേർന്ന ഒരു പുണ്യാത്മാവാണ്. അപ്പം നമ്മൾ ഗുരുസ്വാമിക്ക് തുല്യമായി തന്നെ നമ്മുടെ ശിവലിംഗദാസ സ്വാമിയെയും നമ്മൾ സ്തുതിക്കണം. നമ്മൾ സ്തുതിച്ചാൽ അത്രയും നന്ന. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ കൃതിയിലേക്ക് നമുക്ക് വരാം. ഗുരു ഷഡ്കം. ഷഡ്കം എന്ന് പറഞ്ഞാൽ 6, സംസ്കൃത പദമാണ്. 6 ഗുരുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള 6 ശ്ലോകങ്ങൾ. 6 ശ്ലോകങ്ങൾ. ആ 6 ശ്ലോകങ്ങളുടെയും ആദ്യത്തെ അക്ഷരം മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓം നമ ശിവായ, ഓം നമ ശിവായ, ഒരു പഞ്ചാക്ഷരി മന്ത്രമാണ് അല്ലേ? പഞ്ചാക്ഷരി മന്ത്രം നമ്മൾ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് നമുക്ക് ഒരു മന്ത്രം ചൊല്ലാൻ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നാവിലേക്ക് ഓടിയെത്തുന്നത് ഓം നമ ശിവായ എന്നുള്ള മന്ത്രമാണ് അല്ലേ? പഞ്ചാക്ഷരി, അത് 5 അക്ഷരങ്ങൾ അടങ്ങിയ മന്ത്രത്തെയാണ് പഞ്ചാക്ഷരി മന്ത്രം എന്ന് പറയുന്നത്. പഞ്ചാക്ഷരി മന്ത്രം ഇനി ആരും മറന്നു പോകരുത്, മാറിപ്പോകരുത്. ഏതാണ്? ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഇത് ചൊല്ലിയാൽ എത്ര ചൊല്ലിയാലും എനിക്ക് മതി വരാറില്ല. ഞാനിങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരിക്കും. ഇടയ്ക്കൊക്കെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു മന്ത്രമാണ് ഓം നമ ശിവായ. അതെന്താണ്? ഗുരു ഷഡ്കത്തിലെ 6 ശ്ലോകങ്ങളുടെയും ആദ്യ അക്ഷരം. ഓം ബ്രഹ്മണേ, അതിൽ ഓം വന്നു. രണ്ടാമത്തെ ശ്ലോകം നമോ ഭഗവതേ വന്നു. ഇനി മഹനീയ ചരിത്രായ നമ ശിശിരി കുർവതേ സി വാദിനാം വാദിനി വാവന്നു യസ്യ നാ കൽപ്പതയവന. ആ അക്ഷരങ്ങളെ മാത്രം ഒന്ന് എടുത്തേ. ഓം നമ ശിവായ, ഓം നമ ശിവായ. ആ പഞ്ചാക്ഷരി മാത്രം നമുക്ക് ഈ ഗുരു ഷഡ്കം എന്ന കൃതിയിൽ നമുക്ക് കിട്ടുന്നു അല്ലേ? അതാണ് നമ്മളൊരു കൃതി പഠിക്കുമ്പോൾ എന്തൊക്കെയാ നമ്മൾ അറിയാതെ നമ്മൾ ചൊല്ലിപ്പോകും. നമ്മൾ ഈ കൃതി ചൊല്ലുമ്പോൾ പൂർണ്ണമായിട്ടും ചൊല്ലി തീരുമ്പോഴത്തേക്കും നമ്മൾ പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ട് കഴിഞ്ഞു. ആലോചിച്ച് നോക്കൂ. സന്യാസി ശ്രേഷ്ഠന്മാരുടെയൊക്കെ ആ ഒരു വാക്ചാതുരി അല്ലെങ്കിൽ ഭക്തനെ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കാനും അവനറിയാതെ തന്നെ, ഭക്തനെ അറിയാതെ തന്നെ ഉയർത്തിക്കൊണ്ട് വരുന്നതിനുള്ള ആ ഒരു സാധ്യതകളൊക്കെ നിർമ്മിച്ചു വെച്ചിട്ടുള്ള കൃതികളൊക്കെ എല്ലാവരും ചൊല്ലേണ്ടതാണ്. നമുക്ക് നോക്കാം. ഓം ബ്രഹ്മണേ മൂർത്തിമതേ സിദ്ധാനാം ശുദ്ധിഭേദവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമുക്ക് ആ ശ്ലോകത്തിന്റെ രണ്ടാമത്തെ ഭാഗം നോക്കാം. നാരായണ യതീന്ദ്രായ. യതി സന്യാസി, ഇന്ദ്രൻ എന്ന് പറയുന്ന ഒരു പദമാണ് അല്ലെങ്കിൽ ഒരു സ്ഥാനമാനമാണ്. അത് യതി സന്യാസിമാരുടെ ഇന്ദ്രന് ചക്രവർത്തി, രാജാവ് എന്നൊക്കെയുള്ള പദത്തെ സൂചിപ്പിക്കുന്നതാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? നാരായണൻ എന്ന പേരോടുകൂടി സന്യാസിമാരുടെ രാജാവായി, ചക്രവർത്തി ആയിട്ടുള്ള ഗുരുവേ നമ, ശ്രീ ഗുരുവേ നമ. ആ ഗുരുവിനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. നാരായണൻ എന്ന പേരോടുകൂടി സന്യാസിമാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഗുരുവിനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം, ഞാൻ നമിക്കുന്നു എന്നാണ് രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞു നോക്കുന്നത്. ഇനി നമുക്ക് ഒന്നാമത്തെ ഭാഗം നോക്കാം. ഓം ബ്രഹ്മണീ മൂർത്തിമതേ. ഗുരു ആരാ നമുക്ക് പറഞ്ഞു തരികയാണ്. ഓം ബ്രഹ്മണീ മൂർത്തിമതേ. മൂർത്തി, ആകാരം, ആകൃതി. അത് നമുക്കൊക്കെ ഒരു ആകൃതി ഉണ്ട് ഇല്ലേ? മനുഷ്യ എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് ഒരു ആകൃതിയുണ്ട്. സ്ത്രീ, പുരുഷൻ അല്ലെങ്കിൽ പക്ഷി, മൃഗാദികള് അല്ലേ? അപ്പൊ നമുക്ക് ഏതൊരു മൃഗത്തെ എടുത്താലും, ഒരു പശു എടുത്താലും പശുവിനൊരു പ്രത്യേക ആകൃതിയുണ്ട്. അതുപോലെ ഒരു പൂച്ചയാണെങ്കിൽ പൂച്ചയ്ക്കൊരു ആകൃതിയുണ്ട്, മനുഷ്യനൊരു ആകൃതിയുണ്ട്, പക്ഷിക്കൊരു ആകൃതിയുണ്ട്. അപ്പൊ എന്ന് പറയുന്നത് പോലെ ബ്രഹ്മം, പരബ്രഹ്മം, ഈ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ത്രിമൂർത്തികൾ ചേർന്നിട്ടുള്ള പദമാണ് ഓ എന്ന് പറയുന്നത്. ത്രിമൂർത്തികൾ ഒരുമിച്ച് ചേർന്ന ഒരു രൂപം എടുത്തെന്ന് വിചാരിച്ചോളൂ. ത്രിമൂർത്തികൾ ആരൊക്കെയാണ് ത്രിമൂർത്തികള്? ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ അല്ലേ? ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാർ, ഈ 3 ദേവതാ സങ്കല്പങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് നമ്മൾ ത്രിമൂർത്തികൾ എന്ന് പറയുന്നത്. ആ
ത്രിമൂർത്തികൾ. ഈ ത്രിമൂർത്തികൾ 3 പേരും ഒരുമിച്ച് ഒരു ആകൃതി എടുത്താൽ, ഒരു രൂപം പൂണ്ടാൽ ആ രൂപത്തിന് നമ്മൾ ഓം എന്ന് പറയും, ഓങ്കാര രൂപൻ എന്ന് പറയും. അതായത് ഈ ത്രിമൂർത്തികൾ ഒരുമിച്ച് ചേർന്ന് ഒരു പരബ്രഹ്മം, ആ ത്രിമൂർത്തികൾ ഒരുമിച്ച് ചേർന്ന് ഓം എന്ന് പറഞ്ഞ ആ ഓം തന്നെയാണ് പരബ്രഹ്മം. ആദിപരാശക്തിയിൽ പരബ്രഹ്മം. ആ പരബ്രഹ്മം ഒരു മനുഷ്യാകൃതി പൂണ്ടാൽ അത് പരബ്രഹ്മം തന്നെയാണ്. ഈ പ്രപഞ്ചത്തെ ഇതുപോലെ നിലനിർത്തി സംരക്ഷിച്ചു പോരുന്ന ആ പരബ്രഹ്മ ശക്തി ചൈതന്യ വിശേഷത്തെയാണ് പരബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപനാകുന്നു, പരബ്രഹ്മം ആകുന്നു. പരബ്രഹ്മം ഒരാകൃതി എടുത്താൽ അത് നാരായണൻ എന്ന പേരോടുകൂടി സന്യാസിമാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഗുരുവാകുന്നു. ആ ഗുരുവിനെ ആയിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്നാണ് നമ്മുടെ പദ്യത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ ഓം ബ്രഹ്മണേ മൂർത്തിമതേ, ബ്രഹ്മത്തിനൊരു രൂപമുണ്ടായാൽ അത് ആരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. ശുദ്ധാനാം ശുദ്ധിഹേതവ. ഞാൻ പരബ്രഹ്മമൂർത്തി എന്ത് ചെയ്യുന്നു? ശുദ്ധാനാം ശുദ്ധിഹേതവേ, ആശ്രയിച്ചെത്തുന്ന, തന്നെ അന്വേഷിച്ചെത്തുന്ന, സർവവും ഭഗവാനിൽ സമർപ്പിച്ച് എനിക്കിനി മറ്റൊരു ആശ്രയമില്ല എന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഭഗവാനെ വിളിച്ചുകൊണ്ട്, നമ്മളൊക്കെ അങ്ങനെയാണ് വിളിക്കുന്നത്. എനിക്ക് പോകാൻ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഭഗവാന്റെ അടുത്തൊന്ന് വന്ന് ഞാൻ പോകുകയാണ്, സമയമില്ല എന്ന് പറഞ്ഞ് നമ്മളൊന്ന് ചെന്ന് നിന്ന് അങ്ങനെ ഓടിപ്പോരുക ചെയ്യുന്നത് അല്ലേ? പക്ഷെ അങ്ങനെയല്ല ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുക. അങ്ങനെയാ, എനിക്ക് മറ്റൊരിടത്തും പോകാനില്ല, എനിക്ക് മറ്റാരെയും ആശ്രയിക്കാനില്ല, തന്നെ മാത്രമായിട്ട് ആ പരബ്രഹ്മത്തെ പൂർണ്ണമായും ആശ്രയിച്ച് ഭഗവാനെ എന്നെ രക്ഷിക്കണം, എനിക്ക് മറ്റൊരാശ്രയം ഇല്ല എന്ന് പറഞ്ഞ് എത്തുന്ന ഭക്തന്റെ ശുദ്ധാനാം ശുദ്ധിഹേതവേ, ആ ഭക്തനെ എന്ത് ചെയ്യുന്നു? ഭക്തനെ ശുദ്ധീകരിക്കുന്നു, ശുദ്ധിയാക്കുന്നു. അവന്റെ മനോമാലിന്യങ്ങൾ, അത് കാമക്രോധ ലോഭ മോഹ മത മാത്സര്യാദികൾ, കാമക്രോധ ലോഭ മത മാത്സര്യാദികൾ കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്നുണ്ടാകുന്ന സർവ്വ സങ്കടങ്ങൾക്കും സർവ്വ ദുഃഖങ്ങൾക്കും ആ ദുഃഖങ്ങൾ വഴി ഉണ്ടാകുന്ന രോഗങ്ങൾക്കും എല്ലാം കാരണമായിട്ടുള്ളത് എന്താണ്? ആ മനോമാലിന്യങ്ങൾ കൊണ്ടാണ്. നമ്മളെല്ലാവരും അത്രയൊക്കെ അണിഞ്ഞൊരുങ്ങി ലിപ്റ്റിക് ഇട്ടു, അല്ലെ, അത്ര പൂശി, അല്ലെങ്കിൽ പൗഡർ ഇട്ടു, ഏതൊക്കെ രൂപത്തിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ അലങ്കരിക്കാവോ അതെല്ലാം നമ്മൾ അലങ്കരിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ ശുദ്ധിയായോ? ഇതൊക്കെ പഠിക്കുമ്പോഴാണ്, ഈ കൃതികളൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മുടെ ശുദ്ധി കുറവിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. തന്നെ ആശ്രയിച്ചത് എനിക്ക് മറ്റൊരാലംബനം ഇല്ല ഭഗവാനെ എന്ന് പറഞ്ഞ മനസ്സ് പൂർണ്ണമായിട്ടും ഭഗവാനിലേക്ക് അർപ്പിച്ച്, എനിക്ക് മറ്റൊരാശ്രമേ ഇല്ല, ഭഗവാൻ മാത്രമാണ് എന്നെ രക്ഷിക്കാൻ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് ആശ്രയിച്ചെത്തുന്ന ഭക്തനെ എന്ത് ചെയ്യുന്നു? ശുദ്ധീകരിക്കുന്നു. ആ ഭക്തന്റെ അന്ധകരണത്തെ, മനസ്സിനെ ശുദ്ധീകരിക്കുന്നു. അപ്പം പരബ്രഹ്മ സ്വരൂപനാണ്. പരബ്രഹ്മം ഒരു ആകൃതി പൂണ്ടതാണ്. ആ പരബ്രഹ്മ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ തന്നെ ആശ്രയിച്ചെത്തുന്ന ഭക്തന്റെയും മനോമാലിന്യങ്ങൾ ഏതൊക്കെയാണ്? കാമ ക്രോധ ലോഭ മത മാത്സര്യാദികൾ. നമ്മുടെ അഹങ്കാരം കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം കൊണ്ട്, അല്ലെ, നമ്മുടെ ദേഷ്യം കൊണ്ട്, ക്രോധം, അല്ലെങ്കിൽ മറ്റൊരാളുടെ സമ്പത്തിനെ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ധനത്തെ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ വിലയുടപ്പുള്ള എന്തിനെയോ ആശ്രയിച്ച് നമ്മൾ ഇന്ന് നോക്കിയാൽ അറിയാം, ഈ ലോകത്തിനുണ്ടാകുന്ന സർവ്വ ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും എല്ലാം കാരണം എന്താണ്? ഒരു മനുഷ്യന്റെ ഉള്ളിലുണ്ടാകുന്ന അത്യാർത്തി, അഹങ്കാരം, നമുക്ക് ആവശ്യമില്ലാത്ത, നമുക്ക് സാധിക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങളുമായിട്ട് ഇങ്ങനെ പോയി അത് സാധീകരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ അധർമ്മ മാർഗങ്ങളിൽ കൂടി പോകുന്നതിന് നമുക്ക് യാതൊരു മടിയുമില്ല. അങ്ങനെയാണ് ഈ ലോകത്ത് സംഘടനകളും അക്രമങ്ങളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഭഗവാനെ ആശ്രയിച്ചെത്തുന്ന ഭക്തനാണെങ്കിൽ ആ ഭക്തന്റെ മനോമാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്ത് ഭഗവാൻ എന്ത് ചെയ്യുന്നു? ശുദ്ധീകരിക്കുന്നു, ശുദ്ധിയാക്കുന്നു. അപ്പം ആ മനുഷ്യൻ സന്തോഷത്തോടെയും സന്തുഷ്ടി നിറഞ്ഞതുമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും നയിച്ചുകൊണ്ട് പോകുന്നത്, തുടർന്ന് അങ്ങോട്ട് നയിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന കൊണ്ടായിരിക്കും ഭഗവാൻ മാത്രമാണ് ആശ്രയം എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ജീവിതം നാൾക്കുനാൾ പുഷ്ടിപ്പെട്ടു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സന്തോഷവും സന്തുഷ്ടിയും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് ഭക്തനെ കൈപിടിച്ച് ഭഗവാൻ കൊണ്ടുപോകുന്നു. അതാണ് ഒന്നാമത്തെ
ഇതിൽ പറയുന്ന പരബ്രഹ്മ സ്വരൂപനാണ്. പരബ്രഹ്മം ഒരു ആകൃതി എടുത്തിട്ടുള്ളതാണ്. ആ പരബ്രഹ്മം ആകൃതി എടുത്തിട്ടുള്ള പരബ്രഹ്മ സ്വരൂപൻ തന്നെ ആശ്രയിച്ചെത്തുന്ന ഭക്തന്റെ അന്ധകരണത്തെ അല്ലെങ്കിൽ മനസ്സിനെ മനഃശുദ്ധിയുള്ള ഒരു ആളാക്കി മാറ്റുകയും അവരുടെ ജീവിതം സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക്, സന്തുഷ്ടിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഗുരു നാരായണൻ എന്ന പേരോട് കൂടിയതാണ് സന്യാസിമാരിലെ ശ്രേഷ്ഠനായിട്ടുള്ള ഗുരുവിനെ കൊണ്ട് എൻ്റെ നമസ്കാരം എന്നാണ് ഒന്നാമത്തെ പദ്യത്തിൽ പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പദ്യം നോക്കാം. നമോ ഭഗവതീ നിത്യശുദ്ധമുക്തമഹാത്മനി നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. രണ്ടാമത്തെ ഭാഗം എപ്പോഴും ആവർത്തിച്ചു വരികയാണ്. നാരായണൻ എന്ന പേരോട് കൂടിയ. നമുക്ക് രണ്ടാമത്തെ പദ്യത്തിലേക്ക് പോകാം. നമോ ഭഗവതേ നിത്യശുദ്ധമുഗ്ധമഹാത്മനി നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ ഭഗവതേ, ഭഗവാനെ ഞാൻ നമിക്കുന്നു. ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി എന്ന് പറഞ്ഞാൽ 6 ഗുണങ്ങൾ, ഭഗങ്ങൾ ഉള്ളത് ആരോ അതാണ് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി. 6 ഗുണങ്ങളെയാണ് ഭഗങ്ങൾ എന്ന് പറയുക. അത് ജ്ഞാനം, യശസ്, ഐശ്വര്യം, ശ്രീ, വീര്യം, വൈരാഗ്യം. ഇതൊക്കെയാണ് ജ്ഞാനം, യശസ്, ഐശ്വര്യം, ശ്രീ, വീര്യം, വൈരാഗ്യം. എന്നോട് നോക്കാം. ജ്ഞാനം, ഐശ്വര്യം, ശ്രീ, യശസ്, വീര്യം, വൈരാഗ്യം. ഈ 6 ഗുണങ്ങളോട് കൂടിയ ഭഗവാനെ, ഈ 6 ഗുണങ്ങളെയും വിശദീകരിച്ച് പറയാൻ പോയാൽ ഒരുപാടുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് സമയമാവും. നമുക്ക് ഒരു ദിവസം തന്നെ തികയാതെ വരും ഈ കൃതി ഒന്ന് വ്യാഖ്യാനിക്കാൻ. നമുക്ക് ലളിതമായിട്ട് അങ്ങ് പറഞ്ഞു നോക്കാം. അങ്ങനെ ഭഗങ്ങളോട് കൂടിയ ഭഗവാനെ ഞാൻ നമിക്കുന്നത്. അതായത് ആ നമിക്കുമ്പോൾ ആ ഭഗവാന്റെ ഗുണങ്ങൾ ഭക്തനിലേക്ക് എത്തപ്പെടുന്നു. ഭക്തൻ എങ്ങനെയുള്ള ആളായി തീരുന്നു? ഐശ്വര്യമുള്ള ആളാവുന്നു, ജ്ഞാനമുള്ള ആളാവുന്നു, യശസ് ഉണ്ടാവുന്നു, കീർത്തി ഉണ്ടാകുന്നു, ഐശ്വര്യം വർദ്ധിക്കുന്നു, അതുപോലെ വീര്യം, ധൈര്യം, അതുപോലെ വൈരാഗ്യം. നമ്മൾ സാധാരണ പറഞ്ഞു എനിക്ക് അവനോട് വൈരാഗ്യമാണെന്നുള്ള വൈരാഗ്യമല്ല, നമ്മുടെ ജീവിതത്തിലെ തിന്മകളിൽ നിന്നുള്ള മോചനം, തിന്മകളിൽ നിന്നുള്ള അല്ലെങ്കിൽ അധർമ്മത്തിൽ നിന്നുള്ള മോചനത്തെയാണ് വൈരാഗ്യം എന്ന് പറയുക. തിന്മകൾ, അധർമ്മം, അനീതി ഇവയ്ക്കൊന്നും നമ്മൾ വശമതരാകാതെ നമ്മൾ അതിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടു പോരുന്നതിനെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. അപ്പം ഭഗവാനിൽ നിന്ന് ഭക്തനിലേക്ക് കിട്ടുന്ന ഈ 6 ഗുണങ്ങളാണ് പറയുന്നത്. ഭക്തൻ ജ്ഞാനമുള്ള നല്ല അറിവുള്ള ആളായി മാറുന്നു. പിന്നെ എന്താണ്? യശസ്സുള്ള ആളാകുന്നു, ഐശ്വര്യം ഉണ്ടാകുന്നു, ഐശ്വര്യം തന്നെ. അതുപോലെ തന്നെ വീര്യം, ധൈര്യം, നല്ല നല്ല കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനുള്ള ധൈര്യം സിദ്ധിക്കുന്നു. അതുപോലെ അനീതി, അക്രമം, അധർമ്മം അതിൽ നിന്നൊക്കെ സംരക്ഷിച്ചു പോരുന്നതിനുള്ള അതിനോടൊക്കെ ചേർന്ന് പോകാതെ അതിൽ നിന്ന് വൈരാഗ്യം സിദ്ധിച്ചുകൊണ്ട് അതിലേക്ക് ആകൃഷ്ടനായി പോകാതെ നമ്മളെ സംരക്ഷിക്കുന്ന അത്രയും ഗുണങ്ങൾ ഭഗവാനിൽ നിന്ന് ഭക്തന് ലഭിക്കുന്നു. പിന്നെ പറയുകയാണ് എന്താണ്? നമോ ഭഗവതി. ഭഗവാൻ പിന്നെ എങ്ങനെയാണ്? നിത്യനാണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു പരബ്രഹ്മമാണെന്ന്. ആദിപരാശക്തിയാണ്. ഈ സകല ചരാചരങ്ങളെയും സംരക്ഷിച്ചു പോരുന്ന ആദിപരാശക്തിയാണ്. പ്രപഞ്ചത്തിലുള്ള ആദി പരാശക്തി അല്ലെങ്കിൽ പരബ്രഹ്മ മൂർത്തിയാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളെയും സംരക്ഷിച്ച് നിലനിർത്തി സംഹരിച്ച് പോകുന്നത്. ആ പരബ്രഹ്മം ഒരു ആകൃതി എടുത്താൽ അത് ശ്രീനാരായണ ഗുരുദേവനെയാണ്. ആ ഗുരുദേവനിൽ നിന്ന് ഭക്തനിലേക്ക് കിട്ടുന്ന 6 ഗുണങ്ങൾ നമ്മൾ കണ്ടു. വീണ്ടും പറയണം, ഭഗവാൻ നിത്യനാണ്. വെച്ചാൽ അതിന് തുടക്കമോ അവസാനമോ ഇല്ല. നമ്മൾ എന്നും അത് നിലനിൽക്കുന്നു. നമ്മൾ എപ്പോൾ നോക്കിയാലും അത് അവിടെ തന്നെയുണ്ട്. അത് തുടങ്ങുന്നുമില്ല, അവസാനിക്കുന്നുമില്ല. നിത്യനാണ്. അതിന് ശുദ്ധനാണ്. മറ്റ് അഴുക്കുകളോ മാലിന്യങ്ങളോ ഒന്നും ഏൽക്കുന്നില്ല. അത് ഒന്നിലും മുഴുകാതെ, ഒന്നിലും ഉൾക്കൊള്ളാതെ, ഒന്നിലും ഉൾപ്പെടാതെ ശുദ്ധിയായിട്ട് നിൽക്കുന്നു. മുക്തൻ. അതുപോലെ മുക്തൻ എന്ന വാക്കും അതിൻ്റെ തന്നെ അർത്ഥം ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതിനെയൊക്കെ ഒരു സാക്ഷി ഭാവത്തോടു കൂടി അങ്ങനെ നോക്കി കാണുകയല്ലാതെ ഒന്നിലും
ഏർപ്പെടുന്നില്ല. അപ്പൊ എന്താണ്? ഭഗവാൻ നിത്യനായിട്ട് ഇപ്പോഴും ഇവിടെ ഉണ്ട് അല്ലേ? നമുക്കറിയാം സശരീരനായിരിക്കുമ്പോൾ മാത്രമാണ് ഭഗവാൻ എന്നുള്ള ഒരു നമ്മൾ ചെറിയ മനുഷ്യനായതുകൊണ്ട് മനുഷ്യന്റെ മനസ്സിന്റെ വലിപ്പക്കുറവ് കൊണ്ടും ചെറുപ്പം ആ വലിപ്പമില്ലായ്മ കൊണ്ടും നമ്മൾ വിചാരിക്കും ഭഗവാൻ ഉണ്ടായിരുന്ന കാലത്ത് മാത്രമേ ഉള്ളൂ, ഇപ്പോഴൊന്നും ഭഗവാൻ ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളും ഉണ്ട് അല്ലേ? പക്ഷെ സത്യത്തിൽ അങ്ങനെയാണോ? അല്ല. നിത്യനാണ് ഭഗവാൻ. ആരംഭിക്കുന്നുമില്ല, അവസാനിക്കുന്നുമില്ല, തുടങ്ങുന്നുമില്ല, ഒടുക്കവുമില്ല. ഭഗവാൻ നിത്യനായിട്ട് എന്നും ഉണ്ട്. അന്ന് എങ്ങനെയുണ്ടായിരുന്നു അപ്രകാരം തന്നെ ഇപ്പോഴും ഉണ്ട്. ഇനി അടുത്ത വരുന്ന ആളുകളിലേക്കും അങ്ങനെ തന്നെ നിലകൊള്ളും. നമ്മളൊക്കെയാണ് മനുഷ്യരാണെങ്കിൽ മറ്റു ജീവിവർഗമാണ്. വന്നു, പ്രത്യക്ഷപ്പെട്ടു, കുറച്ചു കാലം നിലനിന്നു, പിന്നെ പോയി മറയുന്നു, സംഹരിക്കപ്പെടുന്നു. പക്ഷെ ഭഗവാനെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമല്ല. ഭഗവാൻ നിത്യമായിട്ട് നിലകൊള്ളുന്നു. ആദ്യം തൊട്ട് അവസാനമില്ല, അവസാനിക്കുന്നില്ല, അങ്ങനെ നിലനിന്ന് പോകുന്നു. അതൊരു ശ്രദ്ധയോടുകൂടി നിൽക്കുന്നു. അതുപോലെ പിന്നെ എന്താണ്? മുക്തനാണ്. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ ആ കാര്യങ്ങളിലെല്ലാം ഒരു സാക്ഷി ഭാവത്തോടു കൂടി ഇങ്ങനെ കണ്ട് നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ പല കാര്യങ്ങളും ചെയ്യും, അല്ലെങ്കിൽ പല രഹസ്യങ്ങളും നമ്മൾ പലരും പലരോടും പറയും. ആരും അറിയുന്നില്ല, ദൈവമൊന്നും അറിയുന്നില്ല, നീ മാത്രം അറിഞ്ഞവെന്നും പറഞ്ഞ് നമ്മൾ ചില രഹസ്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാരോടൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്താണ്? ഈ സാക്ഷി ഭാവത്തോട് നിൽക്കുന്ന ഭഗവാൻ എല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കണ്ടേ? അല്പജ്ഞാനികളായ നമ്മൾ ഇത് വല്ലതും ചിന്തിക്കുന്നുണ്ടോ? അപ്പൊ നോക്ക്, ഈ കൊച്ചു പദ്യത്തിന്റെ അർത്ഥതലങ്ങൾ എന്തുമാത്രമാണ് ഭഗവാനിലേക്ക് ഭക്തനെ എത്തിക്കാനായിട്ട് ദാസനായിട്ടുള്ള ശിവലിംഗദാസ സ്വാമികൾ നമുക്ക് അരുളി ചെയ്തു തന്നിട്ടുള്ള ആ മഹാകൃതിയിൽ ഉൾക്കൊണ്ടിട്ടുള്ള അർത്ഥം ഒന്ന് നോക്കിക്കേ. ഈ അർത്ഥം പഠിച്ചിട്ട് നമ്മൾ ഇനി ആ പദ്യം ഒന്ന് ചൊല്ലുമ്പോൾ നമുക്ക് സാക്ഷാൽ ഗുരുസ്വാമിയെ പ്രത്യക്ഷീയ ഭാവത്തോടുകൂടി കാണാൻ സാധിക്കും അല്ലേ? അപ്പൊ എന്താണ്? ഭഗവാൻ ഇങ്ങനെ നിത്യനായിട്ട് എന്നും ഒരു സാക്ഷിയ ഭാവത്തോടു കൂടി ഒന്നിലും ഉൾക്കൊള്ളാതെ, ഒന്നിലും ഏർപ്പെടാതെ, ഒന്നിലും ഉൾപ്പെടാതെ ഇങ്ങനെ നിലനിന്ന് പോകുന്നു. നിത്യശുദ്ധമുക്തമഹാത്മനി. വീണ്ടും പറയുകയാണ്, നാരായണൻ എന്ന പേരോടുകൂടി സന്യാസിമാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. അപ്പൊ നമുക്ക് മൂന്നാമത്തെ പറ്റി നോക്കാം. മഹനീയ ചരിത്രായ മമതാരഹിതാത്മനി. അടുത്ത ഭാഗം നമുക്ക് പറയേണ്ട, നാരായണൻ എന്ന പേരോട് കൂടിയ സന്യാസിമാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്ന ആ ഗുരുദേവ ശിഷ്യം പറഞ്ഞു പോവുകയാണ്. പക്ഷെ നമുക്ക് ഒന്നാമത്തെ പദ്ധതിയിലൂടെ ഭക്തരിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ആഴ്ന്നിറക്കി ഭക്തമാനസത്തിൽ നിറയ്ക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെല്ലാം നീക്കാൻ അറിയാതെ നീങ്ങിപ്പോകും. ഈ സന്ദേശങ്ങളെ, ഈ സാരാംശങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് സംശീകരിച്ചുകൊണ്ട് നമ്മുടെ വീടുകളിലേക്ക് തിരികെ പോവുകയാണെങ്കിൽ അല്ലേ? മഹനീയ ചരിത്രായ നോക്കുക. അതിന് എന്തെങ്കിലും പഠിക്കാനുണ്ടോ? എല്ലാം നമുക്ക് സുപരിചിതമാണ്. ചരിത്രം നമുക്കറിയാം, സംഭവ കഥകളെയാണ്, സംഭവിച്ചിട്ടുള്ള കാര്യത്തിലാണ് ചരിത്രം എന്ന് പറയുന്നത്. മഹനീയ ചരിത്രം, ഗുരുദേവന്റെ അവതാരം തൊട്ട് ആ ജനനം മുതൽ, ആ അവതാര കാലഘട്ടം മുതൽ അല്ലേ, കുട്ടിയമ്മ മാടനാശാൻ ദമ്പതികളുടെ പുത്രനായി നമുക്കറിയാം. നമ്മളെല്ലാവരും ദർശിച്ചിട്ടുള്ളതാണ് അല്ലേ? ചെമ്പഴന്തിയിലെ വയൽവാരം ഭവനം. എത്ര പരിപാവനമായിട്ടുള്ള സ്ഥലമാണ് അല്ലേ? ആ ഓരോ മൺതരികളും, അല്ലെങ്കിൽ ആ വീട്ടിലെ ഓരോ തറയും, ഓരോ മുറികളും, അതൊക്കെ പറയുമ്പോൾ എൻ്റെ ശരീരം ശരിക്കും കോൾമേർ കൊള്ളുകയാണ് ചെയ്യുന്നത്. നമുക്കിങ്ങനെ വിവരിക്കാനെങ്കിലും സാധിക്കുന്നുണ്ടല്ലോ ഭഗവാനെ. കാണാനോ സാധിക്കുന്നില്ല അല്ലേ? ഭഗവാനെ കാണാനോ സാധിക്കുന്നില്ല. ഇങ്ങനെ വാക്കുകൾ കൊണ്ട് വിവരിക്കാനെങ്കിലും കഴിയുന്നുണ്ടല്ലോ ഭഗവാനെ എന്ന് ഓർക്കുമ്പോഴേക്ക് ശരീരമൊക്കെ ഇങ്ങനെ കുളിർന്നു വരികയാണ്. എന്താണ്? ഭഗവാന്റെ അവതാരം തൊട്ട് ഭഗവാൻ ഈ ഒരു കാലഘട്ടം, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയം വരെ എന്താണ്, ഇനി ഉള്ള സമയത്തും എന്താണ്? മഹനീയമാണ് ഭഗവാന്റെ ചരിത്രം അല്ലേ? നമ്മളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയേ. ആ കുട്ടിയായിരുന്ന ബാല്യകാലത്തായിരുന്നപ്പോഴെന്താണ് കുട്ടിയമ്മ ഭഗവാന്റെ മാതാവായിട്ടുള്ള കുട്ടിയമ്മ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് കൽക്കണ്ടവും പഴവും ശർക്കരയും ഒക്കെ ഭഗവാനെ നേദിക്കാനായി പൂക്കളോടൊപ്പം സമർപ്പിക്കാൻ കൊണ്ടും എന്ത് ചെയ്യും? കുട്ടി അതെടുത്ത് പുഞ്ചിരിച്ച് കഴിക്കും അല്ലേ? ഭഗവാൻ അറിയാം, ഞാൻ ഭഗവാൻ തന്നെയാണ്. അപ്പം അമ്മയോടൊപ്പം തുള്ളിക്കളിച്ച് പോകുമ്പോൾ അപ്പൊ അമ്മ ശാസിക്കും, മോനെ
അത് അമ്പലത്തിലെ ഭഗവാനുള്ളതാണ്, ദേവനുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ കുട്ടി എന്ത് പറയും? നാം പ്രസാദിച്ചാൽ ദേവനും പ്രസാദിക്കും. ഭഗവാന് അല്ലെങ്കിൽ മാതാവായിട്ടുള്ള കുട്ടിയമ്മയ്ക്ക് അന്നേ കാലത്ത് അതിൻ്റെ ആ വാക്കുകളുടെ അർത്ഥതല മനസ്സിലായിരുന്നില്ല. ഇപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഭഗവാൻ ആ പറഞ്ഞ വാക്കിന്റെ പൊരുൾ എന്താണ്? മാതാവേ, നാം നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു അല്ലെ. ഈ ഭക്തി കണ്ട് മാതാവിന്റെ ആ നിത്യ ആരാധനയും ഭക്തി സാധനയും വ്രതമൊക്കെ കണ്ട് ഭഗവാൻ അപ്പോൾ തന്നെ പ്രസാദിച്ചിരിക്കുന്നു. ആ ഭഗവാനെ കൊണ്ട് സമർപ്പിക്കാൻ കൊടുത്ത ദ്രവ്യം എന്താ? നേരിട്ട് തന്നെ എടുത്ത് കഴിച്ച് ഞാൻ പ്രസാദം, ആ ഭക്തിയുടെ പ്രസാദം നാം സ്വീകരിച്ചു, ഞാന് അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു അല്ലേ. ഇത്ര പുണ്യാത്മാവായതുകൊണ്ടല്ലേ ഭഗവാന്റെ മാതാവാനുള്ള ഒരു അനുഗ്രഹം കുട്ടിയമ്മ മാതാവിന് ലഭിച്ചത്. അതൊക്കെ മഹാഭാഗ്യം അല്ലേ. അപ്പം ആ ചരിത്ര കഥകൾ, തുടർന്നുള്ള അവധൂത കാലഘട്ടം, തപസ്, പിന്നെ ഗുരുവിൻ്റെ ക്ഷേത്ര പ്രതിഷ്ഠകൾ, അല്ലെങ്കിൽ ഗുരു ആളുകൾക്കായി നൽകിയിട്ടുള്ള സന്ദേശങ്ങളെല്ലാം എന്താണ്? വളരെ മഹനീയമാണ്. അതുപോലെ മറ്റൊരാളും അല്ലേ, ഗുരുവിന് തുല്യമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്ത ഒരാളെ പോലും ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തി വെച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല അല്ലേ. അതാണ് ഭഗവാന്റെ ചരിത്രം വളരെ മഹനീയമാണ്. മഹനീയ ചരിത്രായ. അന്നത്ര മഹനീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ എന്താണ്? മമത രഹിതാത്മിനി, രഹിതം ഇല്ലാത്തത്, മമത. അപ്പൊ നമുക്കൊക്കെ വേണ്ടുവോളം ഉള്ളത് അല്ലേ. നമുക്ക് ഇതുപോലെ എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ സമ്പത്തോ എന്തൊക്കെ കിട്ടിയ എന്താണ്? നമുക്ക് പിന്നെ എല്ലാം നമ്മുടെ എൻ്റെ എന്ന് പറഞ്ഞ് നമുക്ക് അതിനോടെല്ലാം മമതയാണ് അല്ലേ. നമുക്കൊരു സ്ഥാനം കിട്ടി, എന്തെങ്കിലും നിസ്സാര ഒരു സ്ഥാനം കിട്ടി, ആ സ്ഥാനം നമ്മൾ നഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ നമുക്കത് വേണ്ടാന്ന് വെക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്, എന്താണ്? നമുക്ക് എന്താണ് വളരെ ബുദ്ധിമുട്ട് അത് കളയാനായിട്ട്. ആ സ്ഥാനത്തോട് വളരെ മമതയായിരിക്കും അല്ലേ. മമത എന്ന് പറഞ്ഞാൽ എന്താണ്? ആകർഷണം അല്ലെങ്കിൽ സ്നേഹം, അത് വിട്ടു പോരാനായിട്ട് സാധിക്കുകയില്ല. ഭഗവാൻ അങ്ങനെയായിരുന്നില്ല. ഭക്തർ എന്തൊക്കെ സമർപ്പിച്ചാലും, ഭക്തർ എന്തൊക്കെ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ എന്തൊക്കെ സമ്പത്ത് എന്തു കൊടുത്താലും എന്താണ്? ഭഗവാൻ ഒരു സാക്ഷി ഭാഗത്തില് അങ്ങനെ നിൽക്കുകയുള്ളൂ അല്ലേ. അതൊക്കെ കണ്ട് ഒന്നിനോട് ഒരു മമതയുണ്ടായിരുന്നില്ല. അപ്പൊ കൂടുതലോ കുറവോ അങ്ങനെയൊന്നും ആരോടും ഒരു മമതയും, എല്ലാവരെയും തുല്യം എല്ലാവരോടും ഒരുപോലെ, എല്ലാ ജീവജാലങ്ങളോടും, മനുഷ്യരോടൊന്നും മാത്രമല്ല സർവചരാചരങ്ങളോടും കരുണയുണ്ടായിരുന്നു. കാരണം എന്താണ്? ഭഗവാനാണ് സകല ചരാചരങ്ങളുടെയും ദേവനാണ്. മനുഷ്യരുടെ മാത്രമല്ല, അല്ലെങ്കിൽ മൃഗങ്ങളുടെ മാത്രമല്ല, പക്ഷികളുടെ മാത്രമല്ല അല്ലേ. ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ മുഴുവൻ അധിപനാണ് ആര്? സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയായിട്ടുള്ള ശ്രീനാരായണ സ്വാമി തൃപ്പാദങ്ങള്. വളരെ മഹനീയമായ ചരിത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെത്, ഭഗവാന്റേത്. ഭഗവാന്റേത് വളരെ മഹനീയമായിട്ടുള്ള ചരിത്രമായിരുന്നു. ഒപ്പം തന്നെയാണ് ഒന്നിനോടും ഒരു മമതയും ഉണ്ടായിരുന്നില്ല. മമതാരഹിതാത്മനി, നാരായണൻ എന്ന പേരോടുകൂടി സന്യാസിമാരുടെ ശ്രേഷ്ഠനായിട്ടുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. ഇനി അടുത്ത പദ്യം നമുക്ക് നോക്കാം. ശിശിരീ കുർവതി ശാന്തേ കടാക്ഷേ ശിക്ഷ്യ സഞ്ചയാൽ ബ്രഹ്മവിദ്യാ കോവിദായി. ശിശിരീ കുർവതി ശാന്തേ കടാക്ഷേ ശിക്ഷ്യ സഞ്ചയാൽ ബ്രഹ്മവിദ്യ കോവിദായ. തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. എങ്ങനെയാണ്? ശിശിരി കുർവതേ. ശിശിരി, ശിശിരകാലം. ശിശിരകാലം എന്താണ്? മഞ്ഞുകാലം അല്ലെ. വളരെ തണുപ്പുള്ള കാലം. നമുക്കൊക്കെ ഉറങ്ങാൻ, രാവിലെ എണീക്കാൻ മടിയുള്ള കാലം. അതിൽ ആ സമയത്ത് ഉറങ്ങാൻ അല്ലെ, മൂടിപ്പോച്ച് കിടന്ന് ഉറങ്ങാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള, തണുപ്പ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സമയമാണ്. അങ്ങനെ തണുപ്പിക്കുന്നു. എങ്ങനെയാണ്? ശിശിരി കുർവതേ ശാന്തേ കടാക്ഷി. കടാക്ഷം നോട്ടം. കടാക്ഷിക്കുക എന്താണ്? നോട്ടം. എങ്ങനെയാ? ശാന്തമായിട്ട് അല്ലേ. നമ്മളൊക്കെ ഒരാളെ നോക്കണം പറയുമോ, അവളുടെ നോട്ടം കിട്ടാൻ പേടിയായിക്കോളും എന്ന് പറയും അല്ലേ. എന്താണ്? വളരെ കൊത്തിച്ച് നോക്കുന്ന പോലെ. പക്ഷെ ഭഗവാന്റെ നോട്ടം എങ്ങനെയാണ്? വളരെ ശാന്തമായിട്ട്, വളരെ അരുമയായിട്ട് അല്ലേ. ശാന്തമായ കടാക്ഷത്താല്, വളരെ ശാന്തമായ
കടാക്ഷത്താല് സഞ്ചയം എന്ന് പറഞ്ഞാൽ കൂട്ടം. ആരുടെ കൂട്ടം? ശിഷ്യന്മാരുടെ. ഇനിയിപ്പോ നമുക്ക് സംശയമാവും, ശിഷ്യന്മാരെന്ന് പറയുന്നത് സന്യാസിമാരെയാണല്ലോ സ്വാമിയുടെ ശിഷ്യന്മാരെന്ന് പറയുന്നത്. അപ്പൊ സ്വാമി എന്താണ്? സ്വാമി തൃപ്പാദങ്ങളുടെ സന്യസ്ത ശിഷ്യരെ മാത്രമാണ് ശാന്തമായ കടാക്ഷത്താൽ വളരെ കുളിർമയുള്ളവരാക്കി മാറ്റിയതെന്ന് നമ്മുടെ അല്പബുദ്ധി കൊണ്ട്, ഞാൻ അതിനെ പറയുന്നത്, നമ്മുടെയൊക്കെ അല്പബുദ്ധി കൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഈ പ്രപഞ്ചത്തിലുണ്ടാ സർവചരാചരങ്ങളും ഭഗവാന്റെ ശിഷ്യരാണ്. നമ്മള് മനുഷ്യരുൾപ്പെടെ സർവ ജീവജാലങ്ങളും സർവ പക്ഷി മൃഗാദികളും ആരാണ്? ഭഗവാന്റെ ശിഷ്യന്മാരാണ്. അപ്പൊ അവരെന്ത് ചെയ്യണം? ഈ ഭഗവാന്റെ ശിഷ്യന്മാരൊക്കെ എന്താണ്? വളരെയധികം ഇങ്ങനെ തപിച്ചിരിക്കുകയാണ്. തപിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ദുഃഖം കൊണ്ട്, അല്ല താപത്രയങ്ങള്. പ്രധാനമായിട്ട് 3 വിധത്തിലുള്ള ദുഃഖങ്ങളാണ് താപത്രയങ്ങൾ. താപം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുഃഖത്തെയാണ് താപം. ത്രയം 3 സംസ്കൃതത്തിൽ. താപത്രയങ്ങളാണ് നമുക്ക് അനുഭവിക്കുന്നത്. ആധ്യാത്മിക ദുഃഖം, ഭൗതിക ദുഃഖം, ആദിദൈവിക ദുഃഖം. 3 വിധത്തിലുള്ള ദുഃഖങ്ങൾ നമ്മൾ വന്നുഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ 3 വിധത്തിലുള്ള താപത്രയങ്ങളാൽ തപിച്ചിരിക്കുന്ന, ചൂട് പിടിച്ചിരിക്കുന്ന നമ്മുടെ മനസ്സും ശരീരവും താപത്രയങ്ങൾ. നമുക്കറിയാം, നമുക്ക് സങ്കടം വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു ദുരിതം വരുമ്പോൾ നമുക്ക് ശാന്തത ഉണ്ടാവില്ല, അല്ലേ? നമുക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. ആകപ്പാട് നമ്മൾ അസ്വസ്ഥരായിരിക്കും. അങ്ങനെ അസ്വസ്ഥമായിട്ടിരിക്കുമ്പോഴേക്കും എന്താണ്? വളരെ കുളിർമയുള്ള ഒരു നോട്ടത്താല്, വളരെ നമ്മളെ ഒരു മരത്തണലിലേക്ക്, നമുക്കറിയാം, ഒരു കൊടും വെയിലത്തോട് നമ്മൾ കുടയൊന്നും ഇല്ലാതെ ഇങ്ങനെ നടന്നങ്ങ് പോകുമ്പോഴത്തേക്കും എന്താണ്? ഒരു മരത്തണൽ കാണുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് ആ മരത്തിന്റെ തണലിലേക്ക് മാറി നിൽക്കുമ്പോൾ എന്താ നമുക്കൊരു ആശ്വാസം, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ വളരെ വെയിലത്ത് നടന്ന് ക്ഷീണിച്ച് വരുമ്പോൾ നമുക്ക് ഒരരുവി കണ്ടു, അല്ലെങ്കിൽ ഒരു വെള്ളത്തിന്റെ ഒരു അംശം കണ്ട് നമ്മൾ എന്താണ്? ആ ചാലിലേക്ക് മാറി നിൽക്കുമ്പോഴേക്കും നമ്മുടെ ചൂടൊക്കെ മാറി നമ്മുടെ ശരീരം തണുപ്പാകുന്നു, അല്ലേ? എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ദുഃഖങ്ങൾ കൊണ്ട്, ആദി ഭൗതികമായിട്ടുള്ള ദുഃഖങ്ങൾ കൊണ്ടും ആദി ദൈവികമായിട്ടുള്ള ദുഃഖങ്ങൾ കൊണ്ടും ആധ്യാത്മികം, ഈ 3 വിധം ദുഃഖം. താപത്രയത്തെ കുറിച്ച് പിന്നീട് ഒരു അവസരത്തിൽ എപ്പോഴെങ്കിലും പറയാം. അത് പറഞ്ഞു പോയാൽ ഒരുപാട് അങ്ങ് നീണ്ടുപോകും, നമ്മൾ വിഷയത്തിൽ നിന്ന് വഴുതി പോകും. താപത്രയങ്ങളാൽ തപിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന, ചൂട് പിടിച്ചിരിക്കുന്ന ഭക്തമാനസങ്ങളെ ശാന്തമായ കടാക്ഷത്താൽ, അരുമയായ നോട്ടത്താല് അവരുടെ മനസ്സിന് കുളിർമ നൽകുന്ന മഞ്ഞുകാലത്ത്, നമുക്ക് പ്രഭാതത്തിൽ നമുക്കറിയാം, മഞ്ഞുകാലത്തെ പ്രഭാതത്തിന് നല്ല തണുപ്പാണ്, അല്ലേ? കമ്പിളിയൊക്കെ പൊതിച്ച് നമ്മളിങ്ങനെ ഇരിക്കും ചൂട് പിടിക്കാനായിട്ട്. അപ്പൊ ഒരു ശിശിര കാലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് പോലെ വളരെ കുളിർമയുള്ള ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു അവസ്ഥയിലേക്ക് ഭക്തനെ എത്തിക്കുന്നു. അതായത് ഭക്തന്റെ ദുഃഖങ്ങളെല്ലാം അകറ്റുന്നു എന്നങ്ങ് പറഞ്ഞാൽ മതി. ഇവിടെ അതിനെയാണ് വിവരിച്ചിരിക്കുന്നത്. അത് എപ്രകാരമാണെന്നാണ്. അപ്പൊ നമുക്ക് ആ പറയുമ്പോഴേക്കും അറിയാം എന്തൊക്കെയാണ് ഭഗവാൻ ആ കുളിർമ നമുക്ക് തരുന്നതെന്ന്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യുന്നു? എല്ലാവരുടെയും ഭക്തന്റെ, അല്ലെങ്കിൽ ശിഷ്യരുടെ താപത്രയങ്ങളെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്ത് സംരക്ഷിച്ചു നിർത്തുന്നു. താപത്രയം എങ്ങനെയായിരിക്കണം? എന്ത് ചെയ്യണം? ആദ്യം തന്നെ പറയുന്നത് സിദ്ധാനാം ശുദ്ധിഹേതവേ. ശ്രീധാനം ആശ്രയിച്ചെത്തണം, എനിക്ക് മറ്റാരുമില്ല എന്നുള്ള മനസ്സർപ്പിച്ച് നമുക്കതാണ് പറ്റും. നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സർപ്പിച്ച് പോകാൻ പറ്റുന്നില്ല, അല്ലേ? അവിടെ പോയി എൻ്റെ കാര്യം സാധിക്കും, എന്നാലും ഭഗവാനോടൊന്ന് പറഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റി പോകുന്നത്, അല്ലേ? നമുക്കൊരു കാര്യം സാധിക്കണം, നമുക്കറിയാം ഞാൻ ഇന്നടത്താ പോകേണ്ടത്, എന്നാലും പോകുന്ന വഴിക്കല്ലേ ഭഗവാനൊരു 10 രൂപ ഇറച്ചിട്ടിട്ട് അങ്ങ് പോയേക്കാം. അപ്പൊ നമ്മളൊക്കെ മനസ്സർപ്പിക്കാൻ പറ്റുമോ? അവിടെയാണ് നമ്മുടെ പ്രശ്നം കിടക്കുന്നത്. നമ്മൾ എന്താണ് ഇവിടെ പൂർണ്ണമായിട്ട് ഭഗവാൻ അർപ്പിച്ചിട്ട് നമ്മൾ പോകേണ്ടടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ്? അത് സാധ്യം ആയിരിക്കും. പക്ഷെ ഞാനും ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ ഉൾപ്പെടെ നമുക്ക് ഇന്നും പൂർണ്ണമായിട്ടും ഭഗവാനെ മനസ്സർപ്പിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതാണ് നമ്മുടെയൊക്കെ ഒരു തകരാറ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് കാരണം നമ്മൾ അങ്ങനെ ആയിപ്പോയി. ഇനി നമുക്ക് അതിൽ നിന്ന് മാറി മാറി സാവധാനമേ നമുക്ക് ആ ഒരു തലത്തിലേക്ക് ഉയരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത്രയെങ്കിലും ഇപ്പൊ ഈ ഭക്തജന സദസ്സ് നോക്കിയാൽ തരാം, വളരെ ശുഷ്കിച്ച സദസ്സാണ്. കാരണം എന്താണ്? ഇങ്ങനെയുള്ള ഒരു സദസ്സിലേക്ക് എത്താൻ ആളുകൾക്ക് വലിയ താല്പര്യം അവർക്ക് വരുന്നില്ല. കാരണം എന്താണ്? ആ തലത്തിലേക്ക് അത്രയും ആളുകൾക്ക് ഉയരാനായിട്ട് സാധിച്ചിട്ടില്ല. അത് ക്രമേണ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആരും പരിതപിക്കുകയോ അല്ലെ പരിഭവിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഓരോരോ ജന്മം, ചിലപ്പോൾ ഒരു ജന്മം 10 ജന്മം വരെയെങ്കിലും
ചിലപ്പോൾ എടുക്കേണ്ടി വരും നമുക്ക് ഈ ഭഗവാന്റെ ഒരു നാമം ഉച്ചരിക്കപ്പെടാനായിട്ട്. അപ്പം അത് ക്രമേണ സംഭവം സംഭവിക്കേണ്ട കാര്യമായിരിക്കും. അപ്പം എന്താണ്, ശിശിരി എങ്ങനെയാണ് തന്നെ ആശ്രയിച്ചെത്തുന്ന ഭക്തരുടെ താപത്രയങ്ങളെ മഞ്ഞുകാലത്തെ തണുപ്പ്, കുളിർമയുള്ള തണുപ്പ്, താപത്രയത്താൽ ചൂട് പിടിച്ചിരിക്കുന്ന ഭക്തമാനസങ്ങളെ മഞ്ഞുകാലത്തെ, ശിശിരകാലത്തെ മഞ്ഞിന്റെ കുളിർമ പോലെയുള്ള ശാന്തമായ കടാക്ഷങ്ങളാൽ സംരക്ഷിച്ച് നിലനിർത്തി പോരുന്നു എന്നാണ് നമ്മളോട് പറയുന്നത്. ഇനി അടുത്ത ഭാഗം നോക്കാം. വാദിനാം വാദിനി വാചം യമാനാം മൗനഭാജിനി സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. എന്താണ് വാദിനാം വാദിനും, ഓരോ വാക്കും വളരെ സ്പഷ്ടമാക്കി നമുക്ക് തരുന്നുണ്ട്. വാദിനാം വാദിനി, ഇനി വാദപ്രതിവാദങ്ങൾ നടത്താനായിട്ട് വളരെ അഹങ്കാരമുള്ളവരാണ് നമ്മൾ വാദിക്കാനും ജയിക്കാനുമായിട്ട് ഇങ്ങനെ തർക്കിച്ചു നിൽക്കുന്നത് അല്ലേ. വാദിനാം വാദിനി, എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ വാദിക്കുന്നവരോട് വീണ്ടും വീണ്ടും വാദിക്കുന്നത്? അവരുടെ അഹങ്കാരത്തെ അല്ലെങ്കിൽ അറിവില്ലായ്മയെ നിശേഷം നീക്കം ചെയ്ത് അവരിൽ അറിവ് അല്ലെങ്കിൽ നന്മ അല്ലെങ്കിൽ ഈശ്വര്യത നിറയ്ക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഭഗവാൻ വാദിക്കാൻ നിൽക്കുന്നത്. അല്ലാതെ അവരോടുള്ള വിദ്വേഷം കൊണ്ടോ അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കണം എന്നുള്ള മനസ്ഥിതി കൊണ്ടൊന്നും അല്ല. അവരെ നന്മയിലേക്ക് കൊണ്ടുവരണം. അവരിലുള്ള ആ അഹങ്കാരം അല്ലെങ്കിൽ ആ ഒരു ദുർവാസന കൊണ്ടാണ് അവരിങ്ങനെ വാദിച്ച് നിൽക്കുന്നത്. ആ വാസനയെ നിശേഷം ഇല്ലാതാക്കണം, അതിനു വേണ്ടിയിട്ടാണ് വാദിക്കുന്നത്. അപ്പം വാദികളുടെ ഇടയിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വാദി, ഇത് വാദിച്ച് കാര്യങ്ങൾ വളരെ വ്യക്തമാക്കി അവർക്ക് വീണ്ടും വാക്കുകളില്ലാത്ത അവസ്ഥയിലേക്ക് വാദിച്ച് കാര്യത്തെ സ്പഷ്ടമാക്കി കൊടുത്തു കഴിയുമ്പോൾ ഭഗവാൻ പറയുന്നതാണ് സത്യം എന്നുള്ളത് അവർ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ പ്രാപ്തരാകും, തയ്യാറാകും. വാദികളില് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വാദിയാണ് വാദിനാം വാദിനി ഇനി അടുത്ത ഭാഗം നോക്കാം. വാദിനി വാചം യമാനാം മൗനഭാജിനി. വാചം യമാനാം മൗനഭാജിനി. വാചം എന്ന് പറഞ്ഞാൽ വാക്കുകള്. വാചം യമാനം, യമാനം അടക്കുക. ഇനി വാക്കുകളെ അടക്കി നിശബ്ദരായിട്ട് ഇനി എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വാക്കുകളെല്ലാം നിശബ്ദമായിട്ട്, ചില ആളുകൾ എങ്ങനെയുണ്ട് അല്ലേ, എന്ത് പറഞ്ഞാലും ഒന്നും സംസാരിക്കില്ല നമ്മൾ. പക്ഷെ ആ ഒരു നിശബ്ദതയല്ല, പക്ഷെ എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വാക്കുകളെ പൂർണ്ണമായും അടക്കി എല്ലാം ഉൾക്കൊണ്ട് ഇരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഭഗവാൻ ചെല്ലുന്നതെങ്കിലോ വാദിനി വാചം യമാനാം മൗനഭാജിനി. വാക്കുകളെ അടക്കി മൗനം ഭജിക്കുന്ന ആളുകളുടെ ഇടയിലാണെങ്കിൽ അവരുടെ ഇടയിൽ ഏറ്റവും വലിയ ഒരു മുനിയായി, സാധാരണ സന്യാസി ശ്രേഷ്ഠന്മാരാണ് എന്താണ് തപസ് അനുഷ്ഠിച്ച ആളുകളിൽ നിന്നൊക്കെ മുക്തരായിക്കൊണ്ട് അവര് മൗനം ദീക്ഷിക്കുന്നത് അല്ലേ. അതിനൊരു ഉദാഹരണമുണ്ട്. 1916 രമണ മഹർഷിയുടെ സ്കന്ദ ആശ്രമത്തില് ഭഗവാൻ അതിഥിയായി പോവുകയുണ്ടായി. 1916 തിരുവണ്ണാമലയില് രമണ മഹർഷിയുടെ സ്കന്ദ ആശ്രമത്തില് ഭഗവാൻ സന്ദർശിക്കാൻ ഇടയായി. അപ്പം അതിഥിയായി ചെന്നിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളും ആതിഥേയനായിട്ടുള്ള രമണ മഹർഷിയും വാക്കുകൾ കൊണ്ടൊന്നും ഉരിയാടിയിട്ടില്ല. എന്താണ് പറഞ്ഞത്? വാക്കുകൾ കൊണ്ടൊന്നും ഉരിയാടിയിട്ടില്ല. അപ്പൊ നമ്മുടെയൊക്കെ ഭവനത്തിലേക്ക്, നമ്മുടെയൊക്കെ വീടുകളിലേക്ക്, അല്ലെങ്കിൽ വീട്ടിലെത്തേണ്ട നമ്മൾ വഴിയിൽ വെച്ചെങ്കിലും ആരെങ്കിലും പരിചയക്കാരെ കാണാൻ എന്താണ് എന്താ വിശേഷം, എവിടെയാ, അതൊക്കെ കാര്യങ്ങൾ അങ്ങും നമ്മൾ പറയും. പക്ഷേ ഈ രണ്ട് മഹാനുഭാവന്മാരും എന്താണ് വാക്കുകൾ എടുത്തൊന്നും ഉരിയാടിയില്ല. വാക്കുകൾ കൊണ്ടൊന്നും ഉരിയാടിയില്ല എന്ന് വെച്ചാൽ നമ്മൾ സംസാരിച്ചില്ല എന്നാണോ? അല്ല, അവരെന്താണ് മഹാനുഭവന്മാരാണ്. മൗനത്തെ ഭജിക്കുന്നവരാണ്, മഹാനുഭാവന്മാരാണ്. അപ്പൊ എന്താണ് അവര്
മുഖഭാവത്തിലൂടെ അല്ലെങ്കിൽ അവരുടെ കണ്ണുകളിലൂടെ അല്ലെങ്കിൽ അവരുടെ നിശബ്ദതയിലൂടെ പരസ്പരം ആശയങ്ങൾ കൈമാറിയിട്ടുണ്ട്. നമുക്കത് അല്പജ്ഞാനികളായിട്ടുള്ള നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ എന്താണ് ഗുരുദേവനോടൊപ്പം ഉണ്ടായിരുന്ന ശിഷ്യന്മാരെല്ലാം എന്താണ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്? ഒരു വാക്കും രമണ മഹർഷിയും ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിട്ടില്ല എന്നാണ്. അപ്പൊ എന്താണ് അങ്ങനെ മൗനം, രമണ മഹർഷി മഹാമൗനം അനുവർത്തിക്കുന്ന ഒരു സന്യാസ ശ്രേഷ്ഠനായിരുന്നു. ആ സന്യാസ ശ്രേഷ്ഠനെ സന്ദർശിച്ചപ്പോൾ ഭഗവാനും അപ്രകാരം തന്നെ മൗനത്തിലൂടെ കാര്യങ്ങൾ പരസ്പരം ആശയങ്ങൾ കൈമാറി എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള വാദികൾക്കിടയിൽ വാദിയായിട്ടും മൗനം ദീക്ഷിക്കുന്നതിനിടയിൽ ഏറ്റവും വലിയ മൗനിയായിട്ടും സർവ്വ ലോകർക്കും, ലോകർ എന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രകാരമുള്ള ജീവജാലങ്ങളാണോ അങ്ങനെയുള്ള എല്ലാവർക്കും അനുരൂപനായിട്ടാണ് അവരോടൊപ്പം ചേർന്ന് പോകുന്നത്. അപ്പം മൗനികളുടെ ഇടയിലാണ് മൗനിയായിട്ട് പോകുന്നത്, വാദിക്കുന്നവരുടെ ഇടയിലാണ് വാദിച്ചു പോകുന്നത്. അങ്ങനെ ഏത് പ്രകാരമായിട്ടുള്ള ചരാചരങ്ങളുമായിട്ടാണോ ഭഗവാൻ ഇടപഴകുന്നത്, പ്രകാരം ഉള്ള സർവ്വ ജീവജാലങ്ങൾക്കും അനുരൂപനാണ് അല്ലെങ്കിൽ അനുയോജ്യനായിട്ടുള്ള ഗുരുവിനെ കൊണ്ട് എന്നെ നമസ്കാരം എന്നാണ് ആ പദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ആറാമത്തെ പദ്യം നമുക്ക് നോക്കാം. കൽപദേ സിദ്ധേ പാദാംബുജരചോലഹൈ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ലാസ്റ്റ് ഭാഗം എപ്പോഴും എങ്ങനെയാണ്? നാരായണൻ എന്ന പേരോട് കൂടിയ സന്യാസിമാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഗുരുവിനായി എൻ്റെ നമസ്കാരം. ഇനി പ്രകാരമുള്ള ഗുരുവിൻ്റെ താമരപ്പൂ പോലുള്ള പാദങ്ങളിൽ പറ്റി പിടിച്ചിട്ടിരിക്കുന്ന രേണുക്കൾ. നമുക്കറിയാം താമരപ്പൂവില് പൂമ്പൊടിയുണ്ട് അല്ലെ, താമരപ്പൊടി ഇതളുകളൊക്കെ മാറ്റി കഴിയുമ്പോഴേക്കും നമുക്ക് അതിന്റെ പൂമ്പൊടി നമുക്ക് കിട്ടും എന്ന് പറയുന്നത് പോലെ ഭഗവാന്റെ പാദങ്ങളെ താമരപ്പൂവിനോട് ഉപമിച്ചിരിക്കുകയാണ് ഇവിടെ. ഭഗവാന്റെ ഭഗവാന്റെ പാദങ്ങൾ താമരപ്പൂ പോലെയുള്ള കാൽപാദങ്ങളിൽ പറ്റി പിടിച്ചിരിക്കുന്ന പൊടി പഠനങ്ങളുടെ ഒരംശമെങ്കിലും എനിക്ക് കിട്ടിയാൽ മതിയല്ലോ എനിക്ക് മോക്ഷത്തെ സിദ്ധിക്കുവാനായിട്ട്. അപ്പൊ കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ തന്നെ ഭഗവാന്റെ അടുക്കൽ ചെന്ന് ചേരാനും ഭഗവാനോടൊപ്പം സഹവസിക്കുവാനും ഭഗവാന്റെ സംരക്ഷണയിൽ വളർന്ന് പഠിച്ച് വലിയൊരു സന്യാസി ശ്രേഷ്ഠനായിട്ടുള്ള ഭഗവാൻ പറയുകയാണ്, എനിക്ക് മോക്ഷത്തെ സിദ്ധിക്കാനായിട്ട് ഭഗവാന്റെ കാൽപാദങ്ങളിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള ഒരു പൊടിയുടെ അംശമെങ്കിലും മതിയല്ലോ, ഒരു പൊടിയുടെ ഒരു അംശമെങ്കിലും എനിക്ക് കിട്ടിയാൽ മതിയല്ലോ, എൻ്റെ കയ്യിൽ നിന്ന് എത്തിപ്പെട്ടാൽ മതിയല്ലോ, എനിക്ക് മോക്ഷത്തെ സിദ്ധിച്ചല്ലോ. അപ്പം ഭഗവാൻ ഇപ്രകാരം പറയണം, അങ്ങനെ മോക്ഷത്തെ നൽകുന്ന ഭക്തന് മോക്ഷത്തെ നൽകുന്ന നാരായണൻ എന്ന പേരോട് കൂടിയിട്ടുള്ള സന്യാസി ശ്രേഷ്ഠനായി എൻ്റെ നമസ്കാരം. അപ്പൊ ഒന്ന് നോക്കിക്കേ, വളരെ ചെറിയ 6 പദ്യങ്ങളടങ്ങിയ അല്ലെങ്കിൽ 6 ശ്ലോകങ്ങളടങ്ങിയ ചെറിയൊരു കൃതിയാണ്. പക്ഷെ നമുക്ക് എത്ര മാത്രമാണ് ഭഗവാനെ വർണ്ണിച്ചു തന്നിട്ടുള്ളത്. ഭഗവാൻ എന്താണ്, ഭഗവാനെ എങ്ങനെയാണ് സ്മരിക്കേണ്ടത്, ഭഗവാനെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമുക്ക് ആരാ പറഞ്ഞു തന്നത്? ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ പ്രഥമ ശിഷ്യനായിട്ടുള്ള ശിവലിംഗദാസ സ്വാമികൾ. ഈ കൃതിയിൽ നമുക്ക് ഒരു മന്ത്രം ഉണ്ട്, അത് ഏതാണ്? പഞ്ചാക്ഷരി മന്ത്രം ഏതാണ്? ഓം നമഃശിവായ. അപ്പൊ എന്തൊക്കെയാണ് പറയുന്നത്? ഭഗവാൻ എന്താണ്? പരബ്രഹ്മ സ്വരൂപനാണ്. 1-ാമത്തെ പദ്യത്തിൽ പറയുന്നത് പരബ്രഹ്മ സ്വരൂപനാണ്, തന്നെ ആശ്രയിച്ചെത്തുന്ന ഭക്തരെ ശുദ്ധീകരിക്കുന്നു. 2-ാമത്തെ പദത്തിൽ പറയുന്നു നിത്യനാണ്, ശുദ്ധനാണ്, പിന്നെ എന്താണ്? മുക്തനാണ്. അത് സർവസാക്ഷിയായിട്ട് ലോകത്തെ സംഭവിക്കുന്ന സർവ കാര്യങ്ങളിലും ഒരു നിത്യസാക്ഷിയായി നിലനിന്ന പോകുന്നു. ഒരിക്കലും മറയുകയോ ചെയ്യുന്നില്ല, ഒരിക്കലും ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. അത് എന്നെന്നും നിലനിൽക്കുന്ന സമയഭേദങ്ങൾക്കെല്ലാം അതിജീവിച്ചുകൊണ്ട് നിത്യമായി നിലകൊള്ളുന്നു. പക്ഷെ നമ്മളൊക്കെ ഈ കുറച്ച് കാലഘട്ടത്തിൽ ഉണ്ടാവും, ഇനി അടുത്ത വരുന്ന കാലഘട്ടം നമ്മൾ ഉണ്ടാവില്ല, അതുപോലെ കഴിഞ്ഞു പോയ കുറെ കാലഘട്ടം നമ്മൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല, എക്കാലത്തും ഭഗവാൻ ഉണ്ട്, എക്കാലത്തും ഭഗവാനുണ്ട്. അപ്പൊ നിത്യനാണ്. പിന്നെ എന്താണ്? ഭക്തർക്ക് ഒരു 6 ഗുണങ്ങളെ നൽകുന്നുണ്ട്. എന്താണ്? ജ്ഞാനം, യശസ്, ഐശ്വര്യം, കീർത്തി, വീര്യം, വൈരാഗ്യം. ഈ 6 ഗുണങ്ങൾ ഭക്തന് നൽകുന്നു
വീണ്ടും പറയുകയാണ് എന്താണ്, ഭഗവാന്റെ ചരിത്രം വളരെ മഹനീയമാണ്. ജന്മം തൊട്ട് ഇങ്ങോട്ട് ഈ കാലഘട്ടം വരെ നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയം വരെ എന്താണ്, വളരെ മഹനീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഭഗവാന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. വീണ്ടും പറയുകയാണ് എന്താണ്, മമതാരഹിതാത്മനെ, നമ്മൾ മമത കാണിക്കുന്ന പലതിനോട്, സ്ഥാനമാനങ്ങളോട്, അല്ലെങ്കിൽ സമ്പത്തിനോട്, അല്ലെങ്കിൽ ബന്ധങ്ങളോട് ഒക്കെ നമ്മൾ മമത കാണിക്കുന്നു. അപ്പൊ അത് എന്താ പറയുന്ന മമത, അമിതമായിട്ടുള്ള മമത ഒന്നിലും വേണ്ട കുഞ്ഞി, ഒന്നിനോടും അമിതമായിട്ടുള്ള സ്നേഹം വേണ്ട കുഞ്ഞി എന്നും ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വീണ്ടും പറയുകയാണ് ഭക്തരുടെ ശിഷ്യന്മാര് താപത്രയങ്ങളിൽ ഉഷ്ണിച്ചിരിക്കുന്ന, ചൂട് പിടിച്ചിരിക്കുന്ന ഭക്തമാനസങ്ങളെ, ശിഷ്യ സമൂഹത്തിന്റെ മാനസങ്ങളെ മഞ്ഞുകാലത്തെ പോലെ കുളിർമയുള്ളതാക്കി മാറ്റുന്നത് എങ്ങനെയാണ്, ഭഗവാന്റെ ശാന്തമായ കടാക്ഷത്താലും. വീണ്ടും പറയുകയാണ്, വാദിച്ച് ജയിക്കുന്നവരുടെ ഇടയിലെ ഏറ്റവും വലിയ വാദിയായി ഭഗവാൻ അവരുടെ അഹങ്കാരത്തിന് ശേഷം ഇല്ലായ്മ ചെയ്ത് നന്മയിലേക്ക് അല്ലെങ്കിൽ വസ്തുതകളിലേക്ക് കൊണ്ടുവരുന്ന, ഭക്തിമാർഗത്തിലേക്ക് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ആ ആളുകളുടെ ഇടയിൽ മനസ്സില് നന്മ നിറയ്ക്കുന്നു. ഇനി മൗനം അവലംബിച്ചിരിക്കുന്ന ആളുകളുടെ ഇടയിൽ മഹാമൗനിയായി സർവ്വലോകർക്കും അനുയോജ്യമായിക്കൊണ്ട് പോകുന്ന, ഭഗവാനോട് ആർക്കും ഒരു എതിരും ഇല്ല. ഇന്ന് വരെയും ഭഗവാന്റെ വാക്കുകൾക്ക് ഒരു എതിർപ്പും അല്ലെങ്കിൽ എതിർത്തിട്ടുള്ള ഒരു ശബ്ദം പോലും നമ്മൾ എവിടെയും കാണുകയോ കേൾക്കുകയോ രേഖപ്പെടുത്തിയിട്ടായിട്ടുള്ളതൊന്നും കാണില്ല. എല്ലാ ലോകരും എന്താണ്, ഭഗവാന് അനുരൂപനായിരുന്നു, എല്ലാവർക്കും അനുയോജ്യനായിരുന്നു. അങ്ങനെയുള്ള ഗുരുവിന്റെ പാദങ്ങളാവുന്ന താമരപ്പൂവിൽ പറ്റി പിടിച്ചിട്ടുള്ള ഒരു പൊടിയെങ്കിലും എനിക്ക് എടുക്കാനായാൽ എൻ്റെ ജന്മം മോക്ഷം പ്രാപിച്ചല്ലോ, എനിക്ക് മോക്ഷത്തെ കിട്ടിയല്ലോ എന്നാണ് സ്വാമി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കും ഇപ്രകാരമൊക്കെ സ്വാമി തൃപ്പാദങ്ങളെ ഭജിച്ച് മോക്ഷത്തിലേക്ക് നമ്മുടെ ജീവിതത്തെയും എത്തിക്കാം. ഓക്കെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.